ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സപ്ലി ഉണ്ട്. പക്ഷെ എനിക്ക് പാസ്സാവുമ്പോൾ സമയത്ത് സപ്ലി ഉണ്ടെങ്കിൽ കൂടെ എനിക്കൊരു ജോലി വേണം എന്നുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക. ബാക്കിയുള്ളവർ ഇപ്പം തന്നെ ഔട്ട്. സോ അപ്പോൾ പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, എനിക്കൊരു DM മെസ്സേജ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കിൽ ട്രാവൽ ചെയ്യുക, അതുമായിട്ട് അനുബന്ധപ്പെട്ടിട്ടുള്ള എന്ത് സംഭവമുള്ളത്. അതുമായിട്ട് അനുബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമില്ല. അതുമായിട്ട് ആകെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം എടുക്കുക, നിങ്ങൾ പോകുന്നതിനെ ഡോക്യുമെൻ്റ് ചെയ്യുക, അതിനെ ഒരു വീഡിയോ ആക്കുക, അതിനെ ഒരു 2 years കൊണ്ട് മോണിറ്റൈസേഷൻ ലെവലിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. 2, നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് ഒരു ഫോട്ടോഗ്രാഫി ആണ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ആണ് നിങ്ങളുടെ സ്കില്ല് എങ്കിൽ അതിനെ പറ്റിയിട്ട് പഠിക്കുക. FCP പഠിക്കുക, അഡോബ് പ്രീമിയർ പഠിക്കുക, ലൈറ്റ് റൂം പഠിക്കുക. അപ്പോൾ ഇതേപോലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുക ആ 2 years കൊണ്ട്. ഇപ്പം നിങ്ങൾ 2nd ഇയറോ 3rd ഇയറോ ആണ് ബിടെക്കിലെങ്കിൽ കറക്റ്റ് സമയമാണ്. നിങ്ങൾ പോയിട്ട് അതിനോടനുബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കോഴ്സും പഠിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ്, അയ്യോ ചേട്ടാ എനിക്ക് പൈസ ഇല്ലെങ്കിൽ യൂട്യൂബിൽ പോവുക. യുഡിമിയിൽ കോഴ്സസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ റിസോഴ്സസ് ഭയങ്കര കൂടുതലാണ്. അത് എവിടെ നിന്ന് ചെകഞ്ഞെടുക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ സക്സസ്. സോ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ഇടുക, അതിനെ പറ്റിയിട്ടുള്ള സ്കില്ല് പഠിക്കുക, അതിനെ എങ്ങനെ മോണിറ്റൈസ് ചെയ്യാമെന്നുള്ള അത് നിങ്ങൾ തന്നെ കണ്ടെത്തിയാലേ പറ്റുള്ളൂ. അല്ലാതെ ഒരാൾക്ക് വന്നിരുന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. അതിന് ഡയറക്ഷൻ തരാൻ പറ്റും, നിങ്ങൾക്ക് അങ്ങനെ പോവാം ഇങ്ങനെ പോവാം എന്നുള്ളതല്ലാണ്ട് അതിനെ നിങ്ങളുടെ സ്ട്രോങ് ഹാപ്പിനെസ് എന്താണെന്നുള്ളത് നോക്കുക. ഇപ്പം നോർമൽ ചുമ്മാ സിനിമ കാണാൻ എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ട്, പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ട്. അതല്ലാതെ നിങ്ങൾക്കൊരു സാധനത്തിൽ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ 2, 3, 4 മണിക്കൂർ ഒരു ബ്രേക്കും എടുക്കാതെ നിങ്ങൾക്ക് അതിൽ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നിങ്ങളുടെ സ്ട്രോങ് ഹാപ്പിനെസ്. മനസ്സിലായില്ലേ? നടുവേദന എടുക്കാതെ അല്ലെങ്കിൽ ചിന്തിക്കാതെ ബൈക്ക് എടുത്തുകൊണ്ട് ട്രാവലിങ്ങിന് പോകാനായിട്ട് പറ്റുമെങ്കിൽ അതാണ് നിങ്ങളുടെ ഹാപ്പിനെസ്. ഇല്ലാത്ത ആൾക്കാർക്ക് പറയും, അയ്യോ ഇത്രയും സമയം വണ്ടി ഓടിച്ച് ബൈക്ക് ഓടിച്ച് പോകുമ്പോഴത്തേക്ക് എന്ത് മെനക്കേടാണ്, മഴ പെയ്യും, വെയിലടിക്കും, സ്കിന്ന് ഡാർക്കാവും. അങ്ങനെ അല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബൈക്ക് ട്രാവലിംഗ് പാഷനാണ്. അത്രേ ഉള്ളൂ, സിമ്പിൾ. 2 to 3 hours നിങ്ങൾക്ക് അതിന് ഹാർഡ് വർക്ക്, 2 to 3 to 4 hours പ്ലസ് നിങ്ങൾക്ക് അതിൽ ഹാർഡ് വർക്ക് ഇടാൻ പറ്റുമെങ്കിൽ അതാണ് നിങ്ങളുടെ പാഷൻ, അതാണ് നിങ്ങളുടെ ഹാപ്പിനെസ്. അതിൽ മാക്സിമം സമയം കണ്ടെത്തുക, 2 to 3 years കണ്ടെത്തുക. ബൈ എൻഡ് ഓഫ് ദ കോഴ്സ് യു വിൽ ബി സക്സസ്ഫുൾ. ബൈ, യുവർ ബിടെക് പ്രോ.